ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖവും സമാധാനത്തോടെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഗോവ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് പാർട്ട് 2 ആണ് കേട്ടോ. ഡേ 2ഉം ഡേ 3യും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ ഒരു 3 ദിവസം അടുപ്പിച്ചിട്ടാണ് ഗോവയിൽ നിന്നിട്ടുള്ളത്. മോർണിംഗ് തന്നെ റെഡിയായി ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ഇന്നലെ കഴിച്ചെടുത്തുനിന്ന് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഹാറ്റൊക്കെ മേടിച്ചത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. റെൻറ്റഡ് കാറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പെട്രോളൊക്കെ അടിക്കട്ടെ. ഹലോ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കൂട്ടുകാരെ. ഇന്ന് തനിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്, 8th ബർത്ത്ഡേ. അതാണ് നേരത്തെ അവൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവന് ബർത്ത്ഡേ ആയിട്ട് അവന് ശരിക്കും നാട്ടിൽ നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മൾ ഫസ്റ്റ് പോകുന്നത് ചപ്പോറ ഫോർട്ടിലോട്ടാണ്. നല്ല ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട്. ഉച്ചയല്ല, എന്നാലും ഒരു 11 മണി 12 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാണ്. ഇത്ര വെയിൽ കൊണ്ടിട്ടാണെങ്കിലും നമ്മൾ അതിൻ്റെ മുകളിൽ പോയി നിന്നിട്ട് കാണുന്നൊരു വ്യൂ ഉണ്ടല്ലോ, മുകളിൽ നിന്നിട്ട് താഴോട്ട് നോക്കുമ്പം കാണുന്നൊരു വ്യൂ, അത് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ചെറിയ സന്തോഷമൊക്കെ തോന്നും. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങളങ്ങനെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 1617 കേട്ടോ ഈ കോട്ട നിർമ്മിച്ചത്. ഏതാണ്ടൊരു 400+ ഇയേഴ്സിൻ്റെ പഴക്കമുണ്ട്. കണ്ടോ, ഈ ഒരു സീനൊക്കെ ദിൽചാത്ത ഈ മൂവിയിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ റിക്രിയേഷനായിട്ട് ആൾക്കാർ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ വരാൻ വേണ്ടിയിട്ട് എൻട്രി ഫീ ഒന്നും ഇല്ല കേട്ടോ. ഇതേ കണ്ടില്ലേ, മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മൾ എത്ര കണ്ടാലും മതി വരാത്ത അത്രയ്ക്കും ഭംഗിയാണ് കേട്ടോ കടലിന്. അത് കുറച്ച് ഹൈറ്റിൽ നിന്ന് തന്നെ നോക്കണം. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് ഇറങ്ങി. പിന്നെ നമ്മുടെ സ്ഥിരം സോഡ ലൈമൊക്കെ വാങ്ങി കുടിച്ചിട്ട് ഇത് കാറിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടി കുറച്ച് വാട്ടർമെലോണും മേടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടല്ലേ. അങ്ങനെ ഇനി നമ്മൾ പോകുന്നത് അടുത്ത ബീച്ചിലോട്ടാണ്. വകാറ്റൂർ ബീച്ചിൽ നമ്മൾ പോകുന്ന വഴിക്ക് ബോർഡ് കണ്ട് അങ്ങനെ ഇങ്ങോട്ട് കയറിയതാണ്. ഇതും ഒരു ഫേമസ് ബീച്ച് തന്നെയാണ്. ഇത് മോളിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണ്. കുറച്ച് സ്റ്റെപ്സ് ഇറങ്ങി പോകുമ്പോൾ, ഇവിടെ അത്ര സ്റ്റെപ്സ് ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. സ്റ്റെപ്സ് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഏതാണ്ട് ഉച്ച സമയമായി, ഫുഡൊക്കെ കഴിക്കാൻ നല്ല വിശന്നിട്ട് വയ്യ കേട്ടോ. അപ്പോൾ ഇനി ഇതും കൂടെയൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോകണം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഞങ്ങളുടെ ഈ ട്രിപ്പിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസിലോട്ടാണ്, ബാഗ ബീച്ചിലോട്ട്. ഇവിടെ നമുക്ക് കുറേ കടലിലോട്ട് അങ്ങോട്ട് ഇറങ്ങി എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വാട്ടർ സ്പോർട്സ് ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. പാരാസെയിലിങ്ങും സ്പീഡ് ബോട്ടും അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പാക്കേജായിട്ടും എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് സൺസെറ്റൊക്കെ കണ്ടു കേട്ടോ. ഒരുപാട് നേരം അവിടെ വെള്ളത്തിൽ കിടന്ന് എൻജോയ് ചെയ്തു. തനുവിനാണെങ്കിൽ വെള്ളം കണ്ട ഒരുതരം ഭ്രാന്ത് പോലെയാണ് കേട്ടോ. അവന് പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അവനെ നോക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ലേഡിക്ക് വയ്യാണ്ട് വന്നു. വെള്ളം അങ്ങാണ്ട് കയറിയതാണ്. അപ്പോൾ അവരെ എമർജൻസി ആയിട്ട് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ടായിരുന്നു. കടലിലൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൻ പിന്നെ മണ്ണിൽ ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. നേരത്തെ കേട്ടില്ലേ, അതൊരു വാർണിംഗ് ആണ്. ഇപ്പോൾ ഒരു 6:45 ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ തന്നെ ഇങ്ങനെ ഇനി കടലിലോട്ട് അധികം ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് വോൺ ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ ആര് കേൾക്കാൻ. അതിന് ശേഷം ഒരുപാട് പേര് കടലിൽ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നൈറ്റ് ആയപ്പോഴത്തേക്ക് ഇതിൽ ലൈറ്റ്സ് എല്ലാം ഓണായി ആ ഒരു കട്ടയ്ക്കുള്ള നൈറ്റ് വൈബ് ഉണ്ടല്ലോ, അത് സെറ്റായിട്ട്. ഇനി നമ്മൾ നേരെ റിസോർട്ടിലോട്ട് പോകണേ. കാരണം അവിടുത്തെ പൂളിൽ ഇതുവരെ പോയിട്ടില്ല. കാരണം വന്ന ദിവസം കണ്ടതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചില്ലേ, അതേ ഉള്ളൂ. അവിടെ ഒന്ന് ഇവർക്ക് രണ്ടുപേർക്കും പോയി ഒന്ന് എൻജോയ് ചെയ്യണം. സോ നമ്മൾ അവിടെ എത്തി. ഞാൻ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നു. അവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ ഇരുന്നിട്ട് ഞാൻ പിന്നെ നേരെ റൂമിലോട്ട് വന്നു കേട്ടോ. റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയി. അവർ കുറേ നേരം കളിച്ചിട്ടാണ് വന്നത്. ഈ കാണുന്നത് തനുവിൻ്റെ ഒരു ക്യാമറയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഏതൊരു ബീച്ചിൽ പോയപ്പോൾ മേടിച്ചതാണ്. അതിലത് ഇങ്ങനെ കുറേ കാർട്ടൂൺസ് ഉണ്ട്. ഇനി നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണേ. ഡിന്നർ കഴിച്ചിട്ട് നമുക്ക് അടുത്തുള്ള വേറൊരു ബീച്ചിലും കൂടെ പോകണം. നേരത്തെ പോയതിൻ്റെ ബാഗ ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ളൊരു ബീച്ച്. നൈറ്റ് ആയപ്പോഴേ തന്നെ നമ്മുടെ റിസോർട്ടൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ടു. ഞങ്ങളങ്ങനെ ബാക്കിൽ പോയിരുന്ന് ഒന്നുകൂടി ഊഞ്ഞാലൊക്കെ ആടി. ഇന്ന് തനിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നില്ലേ. അപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഷമം അവനുണ്ട്. ഞങ്ങൾ കുറേ കടകളിൽ നോക്കി കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് കിട്ടിയില്ല.
അവിടെ ബേക്കറീസ് ഇല്ല. റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസ് പിന്നെ ബീച്ച് ഐറ്റംസ് ഒക്കെ കിട്ടുന്നത് അങ്ങനെയുള്ള ഷോപ്സാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ഇവിടുത്തെ പോലെ ബേക്കറി അങ്ങനെയല്ല. പിന്നെ നട്ട്സിൻ്റെയൊക്കെ ഒന്നോ രണ്ടെണ്ണം കണ്ടു. അല്ലാണ്ട് ശരിക്കും ഒരു കേക്ക് മേടിക്കാൻ നോക്കിയിട്ട് നമുക്ക് പറ്റില്ല. ഇപ്പം എൻ്റെ ഇങ്ങോട്ട് കലങ്കൂട്ട് ബീച്ചിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും നല്ല നൈറ്റ് വൈബാണ്. ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ നമ്മളെടുത്ത് ആ ഒരു ലൈറ്റിൻ്റെ ഇതിൽ വെച്ചിട്ട് രാത്രി നല്ല രസമുണ്ട് കടൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോയത് ഏതാണ്ടൊരു 12:30-1 മണി ആ ഒരു ടൈം ആയപ്പോഴാണ് കേട്ടോ തിരിച്ചു പോയത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് തനുവിന് ഷേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കടയിൽ കയറി. നമ്മൾ വണ്ടി ഇരുന്ന് പോയപ്പോൾ ഇത് മുഴുവൻ റിയൽ എന്നാണ് വിചാരിച്ചത്. പിന്നെ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് അത് പേപ്പർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണെന്ന്. അങ്ങനെ ഒരു ഷേക്കൊക്കെ മേടിച്ചു. തിരിച്ച് നമ്മൾ റിസോർട്ടിൽ തന്നെ എത്തി. ഇനി നമുക്ക് ഡേ 3 കാണാം. അപ്പോൾ ഡേ 3 ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ശരിക്കും സൗത്ത് ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ഞാനും തനിക്കുട്ടനും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്ഥിരം കഴിക്കുന്ന നമ്മുടെ കേരള ഫുഡ് സോണില്ലേ അവിടെ നിന്ന് കഴിക്കുന്നില്ല. അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പാക്കേജിലുള്ളതാണ്. പക്ഷേ ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. സൗത്ത് ഗോവയിൽ പോയിട്ട് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ രാവിലെ തന്നെ ചെക്കൗട്ടൊക്കെ ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് തിരിച്ച് ഇവിടെ തന്നെ വരണം കേട്ടോ, ഈ റിസോർട്ടിൽ തന്നെ വരണം. കാരണം നമ്മൾ കാർ റെൻറ്റിനല്ലേ എടുത്തേക്കുന്നത്, അത് തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുപോയിപ്പിക്കണം. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് തിരിച്ച് റിസോർട്ടിൽ തന്നെ വരണം. നമുക്ക് പോവേണ്ട സ്ഥലങ്ങൾ എല്ലാം മെസ്സേജ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിൽ പോകാമെന്ന് വിചാരിച്ചത്. ഒരു 3 മണിയാകുമ്പോഴത്തേക്കൊരു കുറച്ച് ടൈമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഫൗണ്ടെയിൻസിലാണ്. അവിടെയെന്ന് വെച്ചാൽ ഒരു ഇൻഡോ പോർച്ചുഗീസ് ആർക്കിടെക്ചറാണ് ഫുൾ. അവിടുത്തെ ബിൽഡിങ്സ് എല്ലാം. ഈ കാണുന്നത് അമ്പലമാണ് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്കെന്ന് വെച്ചാൽ ആൾക്കാർ വന്നും പോയി നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ അടിപൊളി ആർക്കിടെക്ചറുള്ള ബിൽഡിങ്സ് ആയിരുന്നു മുഴുവൻ കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. ഒരുപാട് ലെയിൻസ് ഉണ്ട്. കാരണം ഇവിടെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫോട്ടോസും ഒന്നും അലോ ചെയ്യത്തില്ല. ആ ഫോട്ടോഗ്രാഫിയൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. എന്നാലും ഇത് കാണാൻ ഒരുപാട് ഉള്ളിലേക്ക് പോകാം കേട്ടോ. ആൾക്കാർ ഒരുപാട് താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഉള്ളിലേക്ക് പോകാം. പിന്നെ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. പൂരിയും അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത് അവിടെയാണ്. ഇതേ പോകുന്ന വഴിക്ക് നമ്മൾ ബിഗ് ഡാഡി കാസിനോ അതുപോലെ തന്നെ കുറേ ബിഗ് ഷിപ്സൊക്കെ കണ്ടു കേട്ടോ. ക്രൂസൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മളിനി പോകുന്നത് പഞ്ചും മാർക്കറ്റിലോട്ടാണ്. ഇതാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് ടൈമിന് ഷോർട്ടേജ് ഉണ്ട്. നമുക്ക് നേരത്തെ എല്ലാം കവർ ചെയ്ത് തിരിച്ചെത്തണം. ഇത് കഴിഞ്ഞിട്ട് നേരെ പോയത് മിരാമർ ബീച്ചിലോട്ടാണ്. ഇത് നല്ല ഉച്ച സമയമാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് മുന്നിലോട്ട് പോയപ്പോൾ ഇങ്ങനെ ഒരു ഏരിയ കണ്ടു. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇറങ്ങി ബീച്ചിലോട്ട് വന്നു. അവർ മേളിൽ നിന്ന് എൻ്റെ വീഡിയോ എടുത്തതാണ്. 1-2 ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനി ആ ബീച്ച് കഴിഞ്ഞ് കുറച്ച് ദൂരം പോകുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ബീച്ചിലോട്ട് പോവാം. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഡോണാപോള ബീച്ചിലോട്ടാണ്. ഇവിടെ എൻട്രി ഫീ ഉണ്ട്. പിന്നെ പാർക്കിംഗ് ഏരിയ കഴിഞ്ഞിട്ട് കുറച്ചധികം നടക്കാനും ഉണ്ട് കേട്ടോ. കുറച്ചധികം തന്നെ നമുക്ക് നടക്കാനുണ്ട്. പക്ഷേ നടന്ന് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് നടപ്പാത, അത് കഴിഞ്ഞ് കുറച്ച് സ്റ്റെപ്സൊക്കെ കഴിഞ്ഞിട്ട് മുകളിൽ ചെന്നിട്ട് നല്ലൊരു വ്യൂ കാണാൻ പറ്റും നമുക്ക്. ഈ സ്ഥലത്തിന് ലവേഴ്സ് പാരഡൈസ് എന്ന് പറഞ്ഞ പേരും ഉണ്ട് കേട്ടോ. മുകളിലോട്ട് പോകുമ്പം നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. വൈകുന്നേരങ്ങളിൽ വരണം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മൾ ഈ ഉച്ച സമയത്തായതുകൊണ്ട് തന്നെ അതിനകത്ത് നല്ല വെയിലുണ്ട്. അപ്പോൾ അത് ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ വൈകിട്ടൊക്കെ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് അവിടെ ഒരു മരം കണ്ടോ, നല്ല നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് നല്ല അടിപൊളി. അപ്പോൾ അതിൻ്റെ നമ്മൾ ഈ നടന്ന് തളർന്ന് വരുമ്പോൾ അതിൻ്റെ താഴെയൊക്കെ പോയി ഇരിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിറങ്ങി. കുറേ ഷോപ്പിംഗ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ചർച്ചസിലോട്ടാണ്. അങ്ങനെ നമ്മളിത് ഓൾഡ് ഗോവ ചർച്ചിൽ വന്നിട്ടുണ്ട്. ബസിലിക്ക ഓഫ് ബോം ജീസസ്. നല്ല വലിയ ചർച്ചായിരുന്നു കേട്ടോ. ഗോവയിലെ തന്നെ പഴക്കമുള്ള ചർച്ചസിലൊന്നാണ്. അത് ചുറ്റും നടന്ന് കാണാൻ തന്നെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടുതൽ ഹിസ്റ്ററി ഒന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്.
നമ്മൾ ചെന്ന സമയത്തും അത്യാവശ്യം വിസിറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങി. അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് കേട്ടോ ഈ ഒരു ചർച്ച്. അങ്ങനെ ഇവിടെ രണ്ടും മാത്രമാണ് നമ്മൾ പോയിട്ടുള്ളത്. ബാക്കി പോകാൻ നമുക്ക് ശരിക്കും ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ നമ്മുടെ കാറ് കൊണ്ട്, ഇത് നമ്മൾ റെൻറ്റിനെടുത്ത കാറാണല്ലോ, അതുകൊണ്ട് തിരിച്ച് നമ്മൾ നിന്ന് ആ റിസോർട്ടിൽ തന്നെ ഏൽപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളതേ അവർ തന്നെ എയർപോർട്ടിലോട്ട് കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഗോവൻ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.